ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ കേൾക്കുന്ന പുതിയ സംഭവം തൊട്ട് നേരത്തെ പറഞ്ഞ 1-2 കേസുകളടക്കം ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള കൊലപാതക പരമ്പരകൾ കേരളത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം എന്ന് നമ്മുടെ ഒരു കവി മധുസൂദൻ നായർ ഒരു കവിതയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു. അതിൻ്റെ തീക്ഷ്ണതയും വർദ്ധിച്ചു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, 1970-കൾക്ക് ശേഷം കേരളീയ സമൂഹം വലിയ പരിണാമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. മാനസിക ആരോഗ്യത്തെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ വലിയ തോതിലുള്ള പിളപ്പുകൾക്ക്, വലിയ തോതിലുള്ള അപകടകരമായ കാഴ്ചപ്പാടുകൾക്കൊക്കെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു. സാമ്പത്തികമായ ഉന്നതി എന്ന കാര്യം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി തീരുന്നു. അതിന് സഹജീവിയെ ഏത് വിധത്തിലും ഇല്ലായ്മ ചെയ്യാം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നു. ചതിയും വഞ്ചനയും ക്രൂരകൃത്യങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? കേരളീയ സമൂഹത്തെ നമ്മൾ സാക്ഷര സമൂഹം എന്നൊക്കെ, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന്, കേരളത്തിൻ്റെ സാമൂഹികമായ ഒരു മനസ്സിന് എന്ത് സംഭവിച്ചു എന്ന് കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു സന്ദർഭമാണിത്. നാളിതുവരെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പരാജയപ്പെട്ടോ? കേവലം മാർക്ക് എന്നതിനുപരിയായിട്ട് നമ്മുടെ പൗര നിർമ്മാണം, അവരുടെ മനസ്സിൻ്റെ നിർമ്മാണം എന്നുള്ള കാര്യത്തിന് ആരോഗ്യകരമായ സുസ്ഥിരമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം എന്നുള്ളൊരു നിലപാടിനൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം സംഭവിച്ചതിൻ്റെ ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് പ്രമോദ് സാറ് സൂചിപ്പിച്ചു, കേരളീയ നവോത്ഥാനത്തെക്കുറിച്ച് ചില ചിന്തകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. നമുക്കറിയാം, ജാതീയതയും അതോടൊപ്പം തന്നെ വലിയ അസമത്വങ്ങളും നിറഞ്ഞു നിന്ന ഒരു കേരളീയ സമൂഹത്തെ നോക്കിയാണ്, വിശേഷിച്ച് മലബാറിൻ്റെ പശ്ചാത്തലത്തിൽ ഭ്രാന്താലയം എന്ന് കേരളത്തെ വിവേകാനന്ദ സ്വാമികൾ വിശേഷിപ്പിക്കുന്നുണ്ട്. ആ ഭ്രാന്താലയത്തെ പിൽക്കാലത്ത് നമ്മുടെ വലിയ നവോത്ഥാന നായകന്മാരായ അവർ സന്യാസിമാരും കൂടി ആയിരുന്നു ഭൂരിഭാഗം ആളുകളും എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അത് വൈകുണ്ഠസ്വാമികളാവട്ടെ, ചട്ടമ്പി സ്വാമികളാവട്ടെ, ശ്രീനാരായണ ഗുരു ആവട്ടെ, അവരൊക്കെ കേരളത്തെ ക്രമേണ നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുന്നുണ്ട്. പല ശക്തികളും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഇടപെട്ടിട്ടുമുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് പ്രമോദ് സാർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. എങ്കിലും കേരളീയ സമൂഹം അനാചാരത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെയും ഒരു ലോകത്തിലേക്ക് മാറിത്തീരുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക്, അടിസ്ഥാന കാരണങ്ങളിലേക്ക് കടക്കുമ്പം മതമല്ല പ്രശ്നം. അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, ദൈവവിശ്വാസം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കുമുള്ള ദേശീയ പാതയാണ്. അങ്ങനെയാണെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ ദൈവവിശ്വാസിയായിരുന്നു. വിശ്വാസത്തിനെതിരായ ഒരു ചർച്ച നടത്തേണ്ടതില്ല. നമ്മളിവിടെ അന്ധവിശ്വാസമാണ് ചർച്ച ചെയ്യുന്നത്. വിശ്വാസവും അന്ധവിശ്വാസം തമ്മിൽ അത് ഓരോരുത്തരും അതിനെ ആപേക്ഷികമായി കാണുന്നു എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തെ നോക്കുകയാണെങ്കിൽ ശ്രീ ശ്രീശൈലം, ഇവിടെ സാഹിത്യോത്സവങ്ങൾ നടക്കുന്നു, ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുന്നു. അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരുപാട് സാംസ്കാരിക പരിപാടികൾ നടക്കുന്നു. അതൊരു വശത്ത് നടക്കുകയാണ്. ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയും പ്രവർത്തിച്ചിട്ടും ശാസ്ത്രാവബോധത്തിനപ്പുറത്തേക്ക് ഈ രൂപത്തിൽ പിന്നാക്കം നടക്കുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതാണ് ഞാൻ അടിസ്ഥാനപരമായിട്ട് സൂചിപ്പിക്കുന്നത്. നമ്മുടെ നവോത്ഥാന സംസ്കാരത്തെ ഇടയ്ക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. വളരെ കൃത്യമായിട്ട് ഈശ്വര വിശ്വാസത്തെയും ആധ്യാത്മികതയെയും തമസ്കരിക്കുന്ന ഒരു നിലപാടുണ്ടായി. നമുക്കറിയാം, കേരളത്തിലെ
99% ആളുകളും ഈശ്വര വിശ്വാസികളാണ്. വ്യത്യസ്ത ജാതിയിൽ മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവർ. ആ വിശ്വാസ സങ്കല്പത്തെ ഒന്നടങ്കം അന്ധവിശ്വാസമെന്നോ യുക്തിവിരുദ്ധമെന്നോ അത് നവോത്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രതിലോമ രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണെന്നോ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. തീർച്ചയായിട്ടും അനാചാരങ്ങളുണ്ട്. അനാചാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യേണ്ട ശക്തമായ നിയമങ്ങളും ഉണ്ടാവണം. എന്തുകൊണ്ട് കേരളത്തിന് അങ്ങനെ ഒരു ഇച്ഛാശക്തി ഉണ്ടാവുന്നില്ല എന്ന് കൃത്യമായിട്ട് സ്മൃതി സൂചിപ്പിച്ചല്ലോ. എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്ന ചോദ്യത്തിന് നമ്മുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായിട്ട് ആഴത്തിൽ ബന്ധമുണ്ട്. വളരെ വലിയ വിശ്വാസ വഞ്ചനകളും ചതികളും വലിയ തോതിലുള്ള ദുരാചാരങ്ങളുമൊക്കെ കേരളത്തിലേക്ക് മടങ്ങി വരാനുള്ള കാരണം കേരളത്തിൻ്റെ മാനസിക നില, മാനസിക ആരോഗ്യക്ഷമത, നമ്മൾ പ്രബുദ്ധ കേരളം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ. അടിസ്ഥാനപരമായി എന്താണ് സംഭവിക്കുന്നത്? വലിയ തോതിലുള്ള കുറ്റവാളികളുടെ സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. എന്ന് മാത്രമല്ല, സംഘടിതമായ കുറ്റകൃത്യം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരാളെ കൊല്ലുക എന്നത് അതിനിന്ദ്യം. അതിലേറെ പൈശാചികമായ കൊലപാതകങ്ങൾ നടക്കുന്നു, കൂട്ട ആത്മഹത്യകൾ നടക്കുന്നു, വിഷാദ രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഏത് വിധത്തിലും ഒരു പൗരസമൂഹത്തിന് അഭിമാനിക്കാവുന്ന അവസ്ഥയിലല്ല നമ്മൾ മാറിത്തീരുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കേണ്ട സംവിധാനങ്ങൾ വളരെ കൃത്യമായി പക്ഷപാതപരമായി വിഭാഗീയമായി സംസാരിക്കുന്നു. ഇപ്പം ഇവിടെ സൂചിപ്പിച്ചല്ലോ, സമാധി എന്ന വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഒരാൾക്ക് സമാധിയാവാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഉന്നയിച്ചു. ഞാൻ പറഞ്ഞത് ആ തിരുവനന്തപുരത്ത് നടന്ന സംഭവം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ നിലപാടെന്തായിരുന്നു, അദ്ദേഹം ആരായിരുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം, തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. പക്ഷേ അതിൻ്റെ പേരിൽ സമാധി എന്ന സങ്കല്പത്തെ അങ്ങേയറ്റം നിന്ദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ശരിയല്ല. ഒരു കാര്യമാണ്, സമാധിയാവാൻ സാധിക്കുമോ സ്മൃതി, സമാധിയാവാൻ സാധിക്കുമോ എന്ന ചോദ്യം പോലും അത്തരത്തിൽ ഹീനമായ ലക്ഷ്യങ്ങളോടെയാണ്. അദ്ദേഹത്തിന് അതാകാൻ സാധിക്കുമോ എന്നത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികമായ ബോധ നിലവാരം അനുസരിച്ച് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് പകരം അടിസ്ഥാന സങ്കല്പങ്ങളെ, ഇവിടെയാണ് പ്രശ്നം. നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ യഥാർത്ഥ കറൻസി അംഗീകരിക്കണം. വ്യാജ കറൻസിയാണ് നമ്മൾ എതിർക്കേണ്ടത്. ഏതാണ് വ്യാജം, ഏതാണ് യഥാർത്ഥ കറൻസി എന്ന് തിരിച്ചറിയാൻ ഭയക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സർക്കാർ ഒരു നിയമത്തിലേക്ക് പോകാത്തതും. തിരിച്ചെത്താൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.